Good afternoon, all. Good afternoon. Good afternoon. Good afternoon. ഇവിടെ പവർ ഫെയിലിയർ ആണ്. ഇന്നലെ മുതൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മാമിന്റെ ക്യാമറ ഒന്നും ഓൺ ആയിരിക്കില്ല കേട്ടാ. ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ടാണ് മിസ് ക്ലാസ് എടുക്കുന്നത് കേട്ടാ. Okay, miss. Okay, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് എല്ലാവരും നോക്കിയോ? ക്ലിയർ ആണോ എല്ലാം? ഓക്കെ, നമ്മൾ 4th പോയിന്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, നമ്മൾ ഇനി എടുക്കാനുള്ളത് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ് അല്ലെ? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ഒരു പിരമിഡ്, അവരെ എന്തൊക്കെ പ്രോസസ് ആണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പിരമിഡ് ആണ് നെക്സ്റ്റ് ഉള്ളത്. നോക്കിയേ, ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ്. ഫസ്റ്റ് വരുന്നത് ലാസ്റ്റ് ലോവറിൽ വരുന്നത് പേഷ്യന്റ് എക്സ്പീരിയൻസ്. എന്താണ്? പേഷ്യൻസിന്റെ അനുഭവങ്ങൾ അല്ലെ? ഹോസ്പിറ്റൽ പേഷ്യൻസിന് എന്താണ് പല രീതിയിലുള്ള ഫെസിലിറ്റീസ് സർവീസുകളൊക്കെ ലഭിക്കുന്നുണ്ട് അല്ലെ? ട്രീറ്റ്മെന്റുകള് ആണോ? അപ്പൊ എന്താണ് അവരുടെ എക്സ്പീരിയൻസ്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടാവാം, അവിടെ നിന്ന് ലഭിച്ച സർവീസ് ബേസ് ചെയ്തിട്ടുണ്ടാവാം, അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നുള്ളവരുടെ ബിഹേവിയർ ആവാം, പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അതാണ് ഫസ്റ്റ് പറയുന്നത് പേഷ്യന്റ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് എന്താണ്? പേഷ്യന്റ് ജേർണി. പേഷ്യന്റ് യാത്ര അല്ലെ? ജേർണി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു പേഷ്യൻസ് എന്താണ് ഹോസ്പിറ്റലിൽ വന്ന് അവർ ആദ്യം എങ്ങോട്ടായിരിക്കും പോകുന്നത്? റിസപ്ഷനിൽ അല്ലെ? അവർ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനായിട്ട് അല്ലെ റിസപ്ഷനിൽ ചെല്ലും അല്ലെ? മെഡിക്കൽ റെക്കോർഡ് എടുക്കാൻ വേണ്ടി, ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി. അതിനുശേഷം എങ്ങോട്ട് പോകുന്നു? ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക് അല്ലെ? വെയിറ്റിംഗ് ഏരിയയിലേക്ക്. അതിനുശേഷം എന്താണ്? ഡോക്ടർ അവരെ ചെക്കപ്പ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യുന്നു? ഒന്നില്ലെങ്കിൽ അവർക്ക് ടെസ്റ്റുകളോ അതല്ലെങ്കിൽ വല്ല സ്കാനിങ് പ്രൊസീജിയറോ അതല്ലെങ്കിൽ എന്താണ് മെഡിസിനും എഴുതി കൊടുക്കുന്നു അല്ലെ? അതിനുശേഷം അവരെന്താണ് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി ലബോറട്ടറിയിലേക്ക്, സ്കാനിങ് ആണെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക്, അല്ലെങ്കിൽ മെഡിസിനുകളാണ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫാർമസിയിലേക്ക് പോകുന്ന. അപ്പൊ അങ്ങനെ ഒരു യാത്രയുണ്ട് അല്ലെ? പേഷ്യൻസിന്റെ ഹോസ്പിറ്റലിൽ ഒരു ജേർണി ഉണ്ടോ? അതാണ് പേഷ്യന്റ് ജേർണി. അതിലെങ്ങനെയാണ് ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് ഇറ്റ്സ് പേഷ്യൻസ്. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ ജേർണിയിൽ ഈ എക്സ്പീരിയൻസിൽ എന്താണ് രോഗി എങ്ങനെ ഇടപഴകുന്നു അല്ലെ? എൻഗേജ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് സെൻട്രിക് സർവീസ് അല്ലെ? നമുക്ക് കഴിഞ്ഞ ദിവസം മിസ് എടുത്തപ്പോ പറഞ്ഞ എന്താണ്? ഹോസ്പിറ്റലിലെ പെർഫോമൻസ്, അവിടുത്തെ ഫംഗ്ഷൻ എങ്ങനെയാണ്? പേഷ്യന്റ് സെന്റേർഡ് ആണ് അല്ലെ? രോഗി കേന്ദ്രീകൃത പ്രവർത്തനങ്ങളാണ് അല്ലെ? ആണോ? ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വന്നാൽ മാത്രല്ലേ അവിടെ കറക്റ്റ് രീതിയിൽ അവർക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. അപ്പൊ എന്താണ്? പേഷ്യന്റ് സെൻട്രിക് സർവീസ്. പേഷ്യന്റിനെ കേന്ദ്രീകൃതമായിട്ടുള്ള സർവീസുകള് സേവനങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഇങ്ങനെയുള്ള പേഷ്യന്റിന്റെ ജേർണി, പേഷ്യന്റിന്റെ കറക്റ്റ് രീതിയിലുള്ള എക്സ്പീരിയൻസ്, പേഷ്യന്റ് സെൻട്രിക് സർവീസുകൾ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാവും? ഇംപ്രൂവ് ചെയ്യും അല്ലെ? ബെറ്റർ ആകില്ലേ? ക്വാളിറ്റി ഉള്ളതാകും അല്ലെ? ആണോ? ലാസ്റ്റ് എന്താണ്? ടോപ്പിൽ പറയുന്നത് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യൻസിന് ഇങ്ങനെയുള്ള പേഷ്യന്റ് സർവീസ് സെന്റേർഡ് ആയിട്ടുള്ള സർവീസുകൾ ലഭിക്കുന്നു. പേഷ്യൻസിന്റെ ജേർണി നല്ല രീതിയിലുള്ള ഒരു ജേർണിയാണ് ഹോസ്പിറ്റലിൽ. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. വാട്ട് വാല്യൂ ദ പ്രാക്ടീസ് ഡെലിവേഴ്സ് ടു ഇറ്റ്സ് പേഷ്യൻസ്. ഈ പ്രാക്ടീസിലൂടെ ആ രോഗികൾക്ക്, അവിടെ വരുന്ന രോഗികൾക്ക് എന്ത് മൂല്യമാണ് ലഭിക്കുന്നത് അല്ലെ?
നല്ല രീതിയിലുള്ള മൂല്യം ലഭിക്കുന്നത്, നല്ല ക്വാളിറ്റിയുള്ള സർവീസുകൾ, സേവനങ്ങൾ, ട്രീറ്റ്മെന്റുകൾ അല്ലെ ലഭ്യമാകുന്നു. ക്ലിയർ ആയോ? പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ്, what hospital can do to improve patient experience? എന്താണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകാർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? Establish a centralized hospital information system to streamline hospital process, patient registration, appointment scheduling, generating bills, publishing lab test. അവിടെ ഒരു കോമ ഉണ്ട് കേട്ടോ. റിപ്പോർട്ട്, ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സ് കഴിഞ്ഞിട്ട് സെറ്റിംഗ് അപ്പ് റിമൈൻഡേഴ്സ്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹോസ്പിറ്റലിൽ എന്ത് സ്ഥാപിക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക? സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എടുത്തപ്പോ പറഞ്ഞില്ലേ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടാവും അല്ലെ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് പേഷ്യൻസിന്റെ വിവരങ്ങൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്യുറേറ്റ് ആയിട്ട് അല്ലെ, കൃത്യതയോടുകൂടി ലഭ്യമാക്കാൻ സാധിക്കുന്നു അല്ലെ? എറർ ഫ്രീ ആയിട്ട് പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കില്ലേ? അതുവഴി ഇങ്ങനെയുള്ള സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ വഴി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു? പേഷ്യൻസിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ? രജിസ്ട്രേഷൻ, അവർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നില്ലേ? അവർക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഫിസിഷ്യനെ തിരഞ്ഞെടുക്കാം അല്ലെ? ജനറേറ്റിംഗ് ബില്ലുകൾ അടയ്ക്കാൻ സാധിക്കില്ലേ? സാധിക്കോ? ഇതൊക്കെ നമ്മ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മിസ് എടുത്താണ് അല്ലെ? ജനറേറ്റിംഗ് ബില്ല്, പബ്ലിഷിംഗ് ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സുകൾ, ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യാൻ പറ്റും അല്ലെ? ഡോക്ടർക്ക് എന്താണ്, ഡോക്ടർ റൂമിൽ ഇരുന്ന് കൊണ്ട് തന്നെ അവരുടെ സിസ്റ്റത്തില് ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ, ഈ പേഷ്യൻസിന്റെ റിസൾട്ടുകൾ ലഭിക്കുന്നു അല്ലെ? പിന്നെന്താണ്, പേഷ്യൻസിന് അവരുടെ മെയിലിൽ കൂടി അതല്ലെങ്കിൽ വാട്സപ്പുകളിൽ കൂടി എന്താണ് ഈ ലാബ് ടെസ്റ്റിന്റെ റിസൾട്ടുകൾ ലഭിക്കുന്നുണ്ടോ? അപ്പൊ പൊതുവെ അങ്ങനെയല്ലേ, ലാബ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അവര് നമുക്ക് സെൻഡ് ചെയ്ത് തരാണ് അല്ലെ റിസൾട്ട് അല്ലേ? അപ്പൊ എന്താണ് പബ്ലിഷിംഗ് ലാബ് ടെസ്റ്റ് റിസൾട്ട്. പിന്നെ കൂടാതെ എന്താണ്, റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എടുത്തപ്പോ മിസ് പറഞ്ഞില്ലേ, ഡോക്ടറുടെ ചെക്കപ്പിനുള്ള സമയമായിട്ടുണ്ട്, ടെസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്, ഫോളോ അപ്പിനുള്ള സമയമായിട്ടുണ്ടെന്ന് രോഗിയെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് നമുക്ക് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ? എടുത്താൽ ഇതൊക്കെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില. ക്ലിയർ ആയോ? ഒരു സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്ഥാപിക്കുക, അതുവഴി എന്താണ് നമുക്ക് പേഷ്യൻസിന് രജിസ്ട്രേഷൻ നടത്താൻ, അവർക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാൻ, ബില്ലുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട്, ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ കിട്ടുന്നതിന് വേണ്ടി പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. നെക്സ്റ്റ്, ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ. എന്ത് ചെയ്യുക, ഓരോ പേഷ്യൻസിലേക്കും ഈച്ച് പേഷ്യന്റ്, ഓരോ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്യുക അല്ലെ? എല്ലാ പേഷ്യൻസിനും ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും ആവശ്യമായി വരുന്നത് ഹോസ്പിറ്റലില്? അല്ല അല്ലെ? ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലെ? വ്യത്യസ്തങ്ങളായ അസുഖങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ്, ഓരോ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ, അവർക്ക് ആവശ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള എന്താണ് വ്യക്തിഗത രോഗി പരിചരണം നൽകുക. ക്ലിയർ ആയത്?
നെക്സ്റ്റ് പറയുന്നത് റീഡ് ഔട്ട് ടു പേഷ്യൻസ്. എന്ത് ചെയ്യാ? കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞു ലിസൺ ടു പേഷ്യൻസ് എന്നല്ലേ. എന്താണ്? പേഷ്യൻസിനെ കേൾക്കാം. ഇതിൽ പറയുന്നത് എന്താ? റീഡ് ഔട്ട് ടു പേഷ്യൻസ്. പേഷ്യൻസിനെ വായിക്കുക എന്ന് വെച്ചാൽ എന്തായിരിക്കും? പേഷ്യൻസിനെ വായിക്കുക. പേഷ്യൻസ് പല രീതികളിലൂടെ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ നൽകാറുണ്ടോ? ഫീഡ്ബാക്ക് നൽകാറുണ്ട് അല്ലെ. പിന്നെ പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താറില്ലേ? കണ്ടക്ട് ചെയ്യാറില്ലേ? പിന്നെ എന്താണ്? വെർച്വൽ വഴി അവരുടെ കംപ്ലൈന്റ്സുകൾ രജിസ്റ്റർ ചെയ്യാറുണ്ടോ? കംപ്ലൈന്റ്സുകൾ. അപ്പൊ അതിൽ കൂടി എന്താണ്? നമ്മ പേഷ്യൻസിനെ വായിക്കുകയാണ് അല്ലെ. അവരെ മനസ്സിലുള്ളത് അവരെന്ത് ചെയ്യാണ്? ഇങ്ങനെയുള്ള ഡിഫറെന്റ് ചാനൽ വഴി ആ ഹോസ്പിറ്റലുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അല്ലെ. ആശയവിനിമയം നടത്തല്ലേ. ഫീഡ്ബാക്ക് തരുന്നു. എന്താണ്? കംപ്ലൈന്റ്സുകൾ രജിസ്റ്റർ ചെയ്യുന്നു. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ എന്താണ്? അവരവരുടെ എന്താണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് നൽകുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? റീഡ് ഔട്ട് പേഷ്യൻസ്. പേഷ്യൻസിനെ വായിക്കുക ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽ. എന്താണ്? വിവിധ ചാനൽസ്, അതായത് വിവിധ രീതികളിലൂടെ. ഇപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ഫീഡ്ബാക്ക് നടത്തുക, വെർച്വൽ കംപ്ലൈന്റ് സിസ്റ്റം വഴി ഇവര് കംപ്ലൈന്റ്സുകൾ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ഡിഫറെന്റ് ചാനൽസ് വഴി ഡിഫറെന്റ് രീതികളിലൂടെ ഹോസ്പിറ്റലുമായിട്ട് ഈ പേഷ്യൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ്, കണ്ടക്ട് പേഷ്യന്റ് സർവേ ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക്. എന്താണ്? പേഷ്യന്റ് സർവേ നടത്തിയങ്ങാട്ട്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തിയങ്ങാട്ട് എന്താണ്? പേഷ്യൻസിൽ നിന്നുള്ള വാല്യുബിൾ ആയിട്ടുള്ള, വിലമതിക്കാനാവാത്ത അല്ലെ ഫീഡ്ബാക്ക് ശേഖരിക്കുക. എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സർവേകൾ നടത്തുമ്പോ പേഷ്യൻസ് അവർക്ക് അവിടെ നിന്ന് ഉണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അല്ലെ അവർ പറയുന്നത് അല്ലെ. ആ ഹോസ്പിറ്റലിൽ നിന്നുണ്ടാകുന്ന അവരുടെ എക്സ്പീരിയൻസ് അല്ലേ അവർ പറയുന്നേ. അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി അവർക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഡോക്ടറുടെ സേവനം അവർക്ക് പെട്ടെന്ന് തന്നെ ലഭ്യമായി അല്ലേ. അവരുടെ എക്സ്പീരിയൻസ് അല്ലേ അത്. ആണോ? എന്താണ്? കണ്ട പേഷ്യന്റ് സർവേ. പേഷ്യന്റ് സർവേകൾ നടത്തി പേഷ്യന്റിൽ നിന്നും വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, ശേഖരിക്കുക. നെക്സ്റ്റ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പേഷ്യന്റ് പെർസീവ് ദ ക്വാളിറ്റി ഓഫ് കെയർ ഗിവർ. നെക്സ്റ്റ് പറയുന്നത് അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം അല്ലെ. അവിടെ നിന്ന് കൊടുക്കുന്ന പരിചരണങ്ങൾ, ട്രീറ്റ്മെന്റ് ആവാം, സർവീസ് ആവാം, എക്യുപ്മെന്റുകളുടെ സേവനമാകാം. അപ്പൊ ആ പരിചരണത്തിന്റെ ഗുണനിലവാരം, ക്വാളിറ്റി രോഗികൾക്ക് എങ്ങനെ ലഭ്യമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അല്ലെ. ഇപ്പൊ പേഷ്യൻസ് അവരിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമല്ലേ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ. ക്വാളിറ്റി ഉള്ളതായാൽ മാത്രമല്ലേ. എന്താണ്? ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ പേഷ്യൻസിന് നൽകുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം ആ പേഷ്യൻസിന് എത്രത്തോളം ലഭ്യമായിട്ട്, അവർക്ക് എത്രത്തോളം ലഭിച്ചിട്ടുണ്ട്, അവരുടെ അസുഖം മാറിയിട്ടുണ്ടോ, അവരുടെ ഹെൽത്ത് ബെറ്റർ ആയിട്ടുണ്ടോ അല്ലെ, അവർക്ക് കറക്റ്റ് രീതിയിലുള്ള എന്താണ് റൈറ്റ് ട്രീറ്റ്മെന്റ് ലഭിച്ചിട്ടുണ്ടോ അല്ലെ, അങ്ങനെ എത്രത്തോളം ലഭ്യമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ ഇത്? Next, discuss with the stakeholders and implement quality measures. ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്താണ് മാനേജ്മെന്റ് ഉണ്ടാവുമല്ലോ, അവരല്ലേ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഡിസിഷൻ എടുക്കുന്നത് ആണോ? ആണ്. പിന്നെ എന്താണ് ഹോസ്പിറ്റലില് എന്താണ് 3-4 ആളുകൾ പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഹോസ്പിറ്റൽ ഉണ്ടാവും അല്ലെ. പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ സർവീസ് ഓറിയന്റഡ് അല്ലേ. അപ്പൊ അവിടെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ ആരുമായി
തീരുമാനം എടുക്കണം, ഡിസ്കസ് ചെയ്യണം, ചർച്ചകൾ നടത്തണം ആ മാനേജ്മെന്റിനുമായിട്ട് അല്ലേ ആ ഹോസ്പിറ്റലിൽ നടത്തുന്ന ഓഹരി ഉടമകളുമായിട്ട് അല്ലേ അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഓഹരി ഉടമകള് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ഡിസ്കസ് ചെയ്യുക, ചർച്ചകൾ നടത്തി ക്വാളിറ്റി മെഷേഴ്സ് നല്ല ക്വാളിറ്റി ഉള്ള മെഷേഴ്സ്, അളവുകള്, കാര്യങ്ങള് നടപ്പിലാക്കുക. അങ്ങനെ ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ എന്താണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിക്കല്ലോ. ആണോ? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിക്കല്ലേ. അപ്പൊ എന്താണ് ഓഹരി ഉടമകളുമായി ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് ക്വാളിറ്റി മെഷേഴ്സുകൾ നടപ്പിലാക്കുക. ക്ലിയർ ആയത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. 5th പോയിന്റ്, ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ. എന്ത് ചെയ്യാ? പേഷ്യൻസിനെ റിട്ടൻഷൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താ? ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്തുന്നത്, ഇംപ്രൂവ് ചെയ്യുക. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അങ്ങനെ പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്താൻ സാധിക്കും? ആ ഹോസ്പിറ്റലിൽ തന്നെ അവരുടെ റിട്ടൻഷൻ റേറ്റ് ആലോചിച്ച് പറ. ഏതൊക്കെ രീതിയിൽ നമ്മ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തൊക്കെ കാര്യം കൊണ്ട് വീണ്ടും വീണ്ടും ആ ഹോസ്പിറ്റലിൽ പോകും? എന്തൊക്കെ? ബെറ്റർ കെയർ, ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിച്ചാൽ അല്ലേ, ഡോക്ടർ നന്നായി കെയർ ചെയ്താൽ അല്ലേ. അപ്പൊ നോക്കിയേ, ഇറ്റ്സ് മോർ കോസ്റ്റ് ഇഫക്റ്റീവ് to withhold old patients than to get new patients. ഒരു ഹോസ്പിറ്റലിൽ അവിടെയുള്ള കാണുന്ന പേഷ്യൻസ് സ്ഥിരമായിട്ട് അവിടെ തന്നെ വരിക, അവർക്ക് പുതിയ പേഷ്യൻസിനെ കിട്ടുക. അപ്പൊ എന്ത് പറ്റും? ആ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും? ഇൻകം വർദ്ധിക്കോ? കോസ്റ്റ് ഇഫക്റ്റീവ്, വരുമാനം വർദ്ധിക്കോ? അപ്പൊ എന്താണ്? ഇറ്റ്സ് മോർ കോസ്റ്റ് ഇഫക്റ്റീവ്, അവിടെ ലാഭകരമാണ്. എന്തൊക്കെ കൊണ്ട്? to withhold old patients, അവിടെ പഴയ പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്തുക, അവർക്ക് പുതിയ പേഷ്യൻസിനെ ലഭിക്കുക എന്നുള്ളത് അവർക്ക് എന്താണ്? അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ലാഭകരമാണ് അല്ലെ. അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. റിട്ടേണിംഗ് പേഷ്യൻസ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ROI. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. പേഷ്യൻസ് എന്ത് ചെയ്യും? റിട്ടേണിംഗ് പേഷ്യൻസ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ROI. പേഷ്യൻസ് റിട്ടേൺ ചെയ്യും. എന്ത് ചെയ്യും? ഇപ്പൊ എന്തെങ്കിലും കാര്യം കൊണ്ട് ഇപ്പൊ അവിടുത്തെ ഡോക്ടർ നോക്കിയതിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല, അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകളിൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പേഷ്യൻസ് വേറെ ഹോസ്പിറ്റലിൽ പോവോ? പക്ഷെ അതിനുശേഷം വീണ്ടും അവർ ഈ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ്? അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവർ തിരിച്ചെടുക്കാണോ വീണ്ടും ആ പേഷ്യന്റ് വരുമ്പോ? എന്താണ് ROI? ഇത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേണിംഗ് പേഷ്യൻസ് വിൽ ഗ്രേറ്റർ ദാൻ ROI. പേഷ്യൻസ് റിട്ടേൺ, പോയ പേഷ്യൻസ് തിരിച്ചു വരിക എന്നുള്ളത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ചെയ്യുന്നു. ആൻഡ് ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ്. എന്ത് പറഞ്ഞായിരിക്കും അവിടെ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത്? ഹാപ്പി പേഷ്യൻസിന് അഡ്വക്കേറ്റ്സ് എങ്ങനെയാണ്? അവരെങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? വായ്മൊഴി അല്ലേ, അങ്ങനെയല്ലേ? വാദിച്ച് അല്ലെ? വാദിച്ചാണോ അവരുടെ ക്ലയൻസിന് ജയിപ്പിച്ചെടുക്കുന്നത്, കേസിൽ നിന്ന് മുക്തരാക്കി എടുക്കുന്നത്? അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഹാപ്പി പേഷ്യൻസിനെ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത്, ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത്? അവര് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നു അല്ലെ. അവരുടെ ഫ്രണ്ട്സിനെ, റിലേറ്റീവ്സിനൊക്കെ എന്ത് ചെയ്യുക? സജസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പുതിയ പേഷ്യൻസിനെ കൊണ്ടുവരുന്നു അല്ലെ, ക്ലയൻസിനെ കൊണ്ടുവരുന്നു അല്ലെ. ആണോ? They will keep coming back അല്ല കേട്ടോ, ബാക്ക് ആണ് കേട്ടോ. ആ എല്ല് കട്ട് ചെയ്ത് കളയാട്ടോ. കമ്മിങ് ബാക്ക് ടു ആപ്റ്റ് ഫോർ സർവീസ്. ഓപ്റ്റ് അല്ല, ആപ്റ്റ്.
they will keep coming back to apt for service. എന്താണ് ഉചിതമായിട്ടുള്ള സർവീസ് സേവനങ്ങൾക്ക് വേണ്ടി അവർ എന്ത് ചെയ്യും? തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ വരുന്നു അല്ലെ? പേഷ്യൻസ് ഉചിതമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സേവനങ്ങൾക്ക് വേണ്ടി അവർ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരുന്നു. ആൻഡ് ഈവൻ സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു their ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇവർ എന്ത് ചെയ്യുന്നു? അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കുടുംബക്കാർക്കും എന്ത് ചെയ്യുന്നു? ഈ ഹോസ്പിറ്റലിനെ സജസ്റ്റ് ചെയ്യുന്നു. നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ? നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിച്ചു, നമ്മുടെ അസുഖങ്ങളൊക്കെ മാറി, അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും അല്ലേ? അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട് പറയും ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതി അല്ലേ, അവിടെ നിന്ന് നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കും, ഞാൻ ഗ്യാരണ്ടി തരുന്നു എന്നൊക്കെ പറയില്ലേ? നെക്സ്റ്റ്, apart from providing quality care, ഈ പേഷ്യൻസിന്റെ റിട്ടൻഷൻ നിലനിർത്തുന്നത് എന്തൊക്കെ കാര്യം കൊണ്ടാകാം? എന്തിന്റെയൊക്കെ ഭാഗമായിട്ടാവാം? പ്രൊവൈഡിങ് ക്വാളിറ്റി കെയർ, ഹോസ്പിറ്റലുകാരെ ക്വാളിറ്റി ഉള്ള അല്ലെ ഗുണനിലവാരമുള്ള എന്താണ് കെയർ കൊടുക്കുക, പരിചരണം കൊടുക്കാലോ. അപ്പൊ പേഷ്യൻസിനെ നിലനിർത്തിക്കൂടെ? ക്വാളിറ്റി കെയർ, കോസ്റ്റ് ഇഫക്റ്റീവ്, എന്താണ് ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക അല്ലെ. നെക്സ്റ്റ് എന്താണ്? എംപ്ലോയ് സം ഓഫ് ദ ബെസ്റ്റ് പേഷ്യന്റ് പ്രൊക്വയർമെന്റ് സ്ട്രാറ്റജീസ് ടു മേക്ക് ദ പേഷ്യന്റ് ഫീൽ വർത്ത്. എന്താണ്? പേഷ്യൻസിന്റെ ഫീല് അവരെ ഹാപ്പി ആക്കുക അല്ലെ, സന്തോഷവാനാവര് ബെറ്റർ ആക്കുക, അവരുടെ ഹെൽത്ത് ബെറ്റർ ആക്കുന്ന രീതിയിൽ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്താണ്? അതിനനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്താണ്? പേഷ്യൻസ് തിരിച്ചു വരില്ലേ? സ്റ്റാഫുകള് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക അല്ലെ, അവര് നല്ല രീതിയിൽ അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുക അല്ലെ, അവരെ നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ സ്വീകരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും ഹോസ്പിറ്റലുകാര് തന്നെ ഹോസ്പിറ്റലിൽ തന്നെ പേഷ്യൻസ് വരുമല്ലോ. ക്ലിയർ ആയത്? നെക്സ്റ്റ്, implementing patient retention strategies to improve patient experience. രോഗിയുടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എന്താണ്? ആ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുന്നതിന്, പിന്നെന്താണ്? കൂടാതെ ആ ഹോസ്പിറ്റലിൽ തന്നെ രോഗിയെ നിലനിർത്തുന്നതിന് ആ ഹോസ്പിറ്റലുകാർക്ക് എന്തെല്ലാം സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള് നടപ്പിലാക്കാൻ സാധിക്കുന്നു? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യണം, പേഷ്യൻസിനെ ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്തണം അല്ലെ, ആ പേഷ്യൻസ് വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ വരണം. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്തെല്ലാം തന്ത്രങ്ങള് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നു? നെക്സ്റ്റ് നോക്കിയേ, റിട്ടൈൻ എക്സിസ്റ്റിംഗ് പേഷ്യന്റ് എന്ന് വെച്ചാൽ എന്താ? അവിടെ സ്വാഭാവികമായിട്ട് നിലവിലുള്ള അവിടെ വരുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യുക? അവിടെ തന്നെ നിലനിർത്താം അല്ലെ, അവര് വേറൊരു ഹോസ്പിറ്റല് ചൂസ് ചെയ്യാത്ത രീതിയിൽ ഫുൾ പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്തുക ആണോ? അതെങ്ങനെയാ സാധിക്കുന്നേ? എക്സിസ്റ്റിംഗ് പേഷ്യൻസിനെ റിട്ടൈൻ ചെയ്യാനായിട്ട് അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള സർവീസുകൾ കൊടുക്കുക അല്ലെ, ഓവറോൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക അല്ലെ, അതിൽ കൂടിയല്ലേ പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്താൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ്, വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്. വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ് എന്ത് ചെയ്യുക? അവർക്ക് നഷ്ടപ്പെട്ട രോഗികളെ തിരിച്ചു കൊണ്ടുവരിക. ഇപ്പൊ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ എന്തെങ്കിലും ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ സർവീസുകളിൽ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടോ ചില പേഷ്യൻസ് വേറെ ഹോസ്പിറ്റല് തെരഞ്ഞെടുക്കൂ അല്ലെ, ചൂസ് ചെയ്യാലോ. ചൂസ് ചെയ്യോ? നമ്മളാണെങ്കിൽ എങ്ങനെയല്ലേ ചെയ്യുന്നത്? നമുക്ക് അവിടുത്തെ അവിടുത്തെ പ്രവർത്തനങ്ങളെ സാറ്റിസ്ഫൈഡ് അല്ല, ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? വേറൊരു ഹോസ്പിറ്റലിൽ പോകൂലേ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താ? അങ്ങനെ പോയാ
വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്, അങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ട പേഷ്യൻസിനെ തിരിച്ചു കൊണ്ടുവരിക. എന്താണ്? ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെന്റ് വരുത്തി അവരുടെ സർവീസുകളിൽ ഇംപ്രൂവ്മെന്റ് നടത്തി ആ പേഷ്യൻസിനെ തിരിച്ചു കൊണ്ടുവരിക. നെക്സ്റ്റ് എന്താണ്? കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവീസ്. സർവീസ് എന്താണ്? പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിനുള്ള സർവേകൾ നടത്തുക. അറിയാലോ ഫീഡ്ബാക്ക് സർവേ? അവിടെ ഫീഡ്ബാക്ക് ഒഴിക്കുക അല്ലെ? എന്താണ്? അപ്പോയിന്റ്മെന്റ്സിന് സമയമെടുത്തു, അങ്ങനെ അതുമായി ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് ആസ്ക് പേഷ്യൻസ് വൈ ദേ ലെഫ്റ്റ്. പേഷ്യൻസിനോട് ചോദിക്കാം എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയത് അല്ലെ? ചോദിക്കാലോ. എന്നിട്ട് എന്താണ് അവര് പറയുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് അല്ലെ? അപ്പൊ അവര് പറയാണ് എന്താണ്? അവിടുത്തെ ഫിസിഷ്യൻ എക്സ്പീരിയൻസ് ഇല്ല, അവിടുത്തെ ഡോക്ടർ പോരാന്ന് പറയാണ്. അപ്പൊ നമ്മ എന്ത് ചെയ്യും? ന്യൂ ഡോക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ട് പേഷ്യൻസിനെ തിരിച്ചു കൊണ്ടുവരില്ലേ? കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ് ചെയ്തിട്ട് പേഷ്യൻസിനെ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യുക? അത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഹോസ്പിറ്റലിലുള്ളത് അല്ലെ? എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ നടത്താനുണ്ട് എന്നറിയുന്നതിന് വേണ്ടി പേഷ്യൻസിനോട് ചോദിക്കാം എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയത്, ലെഫ്റ്റ് ചെയ്തത്. ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി, ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുക, കെട്ടിപ്പടുക്കുക അല്ലെ? എന്നുവെച്ചാൽ എന്താ സോഷ്യൽ കമ്മ്യൂണിറ്റി? ഹോസ്പിറ്റലില് ഒരാളാണോ വരുന്നത്? ഒന്നോ രണ്ടോ ആളാണോ വരുന്നത്? അല്ല, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഒരേപോലെയുള്ളവരാണോ വരുന്നത്? ഓരോ സ്വഭാവം ഓരോ ഏരിയയിൽ നിന്ന് അല്ലെ? അല്ല അല്ലെ? പല ഏരിയാസിൽ നിന്ന് പല സ്വഭാവമുള്ള പല ആളുകളും വരുന്നതാണ് അല്ലെ? അതേപോലെ ഹോസ്പിറ്റലിൽ എന്താണ്ടാവും? സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ? പല രീതിയിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? അവർക്കിടയിൽ ഒരു സാമൂഹിക കൂട്ടായ്മ, ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണ്ടേ? അവിടുത്തെ പ്രവർത്തനങ്ങൾ അല്ലെ? കോർപ്പറേഷനിലൂടെ നടത്തുന്നതിന് വേണ്ടി, സഹകരണത്തോടെ നടത്തുന്നതിന് വേണ്ടി ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി രൂപപ്പെടണം അല്ലെ? ക്ലിയർ ആയത്? നെക്സ്റ്റ് ഇൻസെന്റിവൈസ് ദെയർ റിട്ടേൺ. എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഇൻസെന്റിവൈസ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക. റിട്ടേൺ. ഇപ്പൊ പേഷ്യൻസ് തിരിച്ച് അവിടെ തന്നെ ട്രീറ്റ്മെന്റ് വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അങ്ങനെയുള്ള പേഷ്യൻസ്, റിട്ടേൺ ചെയ്യുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം അല്ലെ? അവർക്ക് നല്ല പരിചരണം കൊടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് അല്ലെ? അവരെ എന്താണ്? പ്രോത്സാഹിപ്പിക്കുക. നെക്സ്റ്റ് റിവാർഡ് പേഷ്യന്റ് ലോയൽറ്റി. ആ പേഷ്യൻസിന്റെ, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ വിശ്വസ്തതയ്ക്ക് റിവാർഡ് നൽകുക. എന്തിനായിരിക്കും റിവാർഡ് അങ്ങനെ പറയുന്നത്? ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റലിൽ പോവണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരു വിശ്വാസം ഉണ്ടായാൽ മാത്രമല്ലേ നമ്മ പോവുള്ളൂ അല്ലേ? അല്ലാണ്ട് പോവോ നമ്മ? അവിടുത്തെ പ്രവർത്തനങ്ങളിൽ, അവിടെ ഫങ്ഷൻസില്, ഡോക്ടേഴ്സില് നമുക്കൊരു വിശ്വാസം ഇല്ലെങ്കിൽ നമ്മ പോവോ? ഇല്ല. അപ്പൊ എന്താ? ഇങ്ങനെയുള്ള പേഷ്യൻസ് ലോയൽറ്റി, ആ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ നൽകുന്ന വിശ്വസ്തതയ്ക്കാണ് അല്ലെ അവര് വരുന്നത്. അവരെത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താ? അങ്ങനെയുള്ള വിശ്വസ്തതയ്ക്ക് റിവാർഡ് നൽകുക. നെക്സ്റ്റ് പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. എന്താണ്? പേഷ്യൻസിന് സോഷ്യൽ പ്രൂഫ് കൊടുക്കുക. സോഷ്യൽ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സാമൂഹിക പ്രൂഫ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞില്ലേ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നു പറഞ്ഞു? മൗത്ത് വേർഡ് ആയിട്ട് അല്ലെ? വായ്മൊഴിയായിട്ട് ഇതെന്ത് ചെയ്യും? സജസ്റ്റ് ചെയ്യല്ലേ മറ്റുള്ളവർക്ക്? ചെയ്യോ? അതൊരു സോഷ്യൽ പ്രൂഫ് ആണോ അത്? അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സോഷ്യൽ പ്രൂഫ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. പല രീതിയിൽ നടക്കാം അല്ലെ? ഇപ്പൊ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ട് നമുക്കൊരു ഡാറ്റ ലഭിക്കില്ലേ? പൈ ഡയഗ്രാം വഴി അല്ലെങ്കിൽ ബാർ ഡയഗ്രാം വഴി അല്ലെ? ഇത്ര വർഷം ഇത്ര പേഷ്യൻസ് വന്നു അല്ലെ? അടുത്ത വർഷം ആകുമ്പോഴേക്കിന് അത് ഇൻക്രിമെന്റ് ആയി അല്ലെ? ഇൻക്രീസ് ആയി.
അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടില്ലേ സോഷ്യൽ പ്രൂഫ്? അവരുടെ സൈറ്റിൽ തന്നെ ഉണ്ടാവും അല്ലെ ഇങ്ങനെയുള്ള സോഷ്യൽ പ്രൂഫുകൾ ഹോസ്പിറ്റലുകാരുടെ. നോക്കിയിട്ടുണ്ടോ? അപ്പൊ എന്താണ് പേഷ്യൻസിന് ഇങ്ങനെയുള്ള സോഷ്യൽ പ്രൂഫുകൾ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ വർക്ക് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് സോഷ്യൽ പ്രൂഫ്. ഇപ്പൊ ലാബിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുകയാണ്, അതൊരു സോഷ്യൽ പ്രൂഫ് ആണോ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം? ഓക്കെ, ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ ശബ്ദം കേൾക്കാം എന്ന് വെച്ചാൽ എന്താ? അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞ എന്താണ് ആംഗ്രി ആൻഡ് മിഫ്ഡ് പേഷ്യൻസ് അല്ലെ, ദേഷ്യമുള്ള അലോസരപ്പെടുത്തുന്ന പേഷ്യൻസിനെ കേൾക്കാം പറഞ്ഞോ മിസ് കഴിഞ്ഞ കാമായിട്ട് കേൾക്കാം. അപ്പൊ എന്ത് ചെയ്യുക? ലിസൺ ടു ദി വോയിസ് ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിന് പറയാനുള്ള കാര്യങ്ങള് നമ്മ എന്ത് ചെയ്യുക? കാമായിട്ട് അല്ലെ നല്ല ശ്രദ്ധയോടുകൂടി എന്താണ് കേൾക്കുക. റിസോൾവ് ഇഷ്യൂസ് ഓഫ് പേഷ്യൻസ്. എന്നിട്ട് എന്ത് ചെയ്യുക? അവര് കേട്ടാൽ മാത്രം മതിയോ? അവര് പറയുന്ന കാര്യങ്ങള് കേട്ടാൽ മാത്രം മതിയോ? നോട്ട് ആർഗ്യൂ ചെയ്യരുത്. കൂടാതെ എന്ത് ചെയ്യണം? അവരുടെ പ്രശ്നങ്ങള് പരിഹരിച്ചു കൊടുക്കണം അല്ലെ. റിസോൾവ് ഇഷ്യൂസ് ഓഫ് പേഷ്യൻസ് എന്താണ്? പേഷ്യൻസിന്റെ പ്രശ്നങ്ങള് പരിഹരിച്ചു കൊടുക്കുക. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് പറയുന്നത് വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു അപ്ഗ്രേഡ് പേഷ്യന്റ് റിട്ടൻഷൻ. എന്താണ്? പേഷ്യൻസിന്റെ റിട്ടൻഷൻ, പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്തെല്ലാം നടപടിക്രമങ്ങൾ, അപ്ഗ്രേഡ് എന്ന നല്ല നടപടിക്രമങ്ങൾ കൊണ്ടുവരാൻ ചെയ്യാനായി സാധിക്കും. നോക്കിയേ, ഫസ്റ്റ് പറയുന്നത് ജനറേറ്റ് എ കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ. എന്ത് ചെയ്യുക? ഹോസ്പിറ്റൽ എങ്ങനെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക? പേഷ്യൻസിന് അറ്റ്മോസ്ഫിയർ, പേഷ്യൻസ് കംഫർട്ട് ആകുന്ന രീതിയിൽ അല്ലെ, അവർക്കൊരു ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ, അവരെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ, എന്താണ് അവരെ വീണ്ടും അവിടേക്ക് തിരിച്ചു വിളിക്കുന്ന രീതിയിൽ അവിടുത്തെ എന്താണ് ട്രീറ്റ്മെന്റുകൾ ബെറ്ററായി, സർവീസുകൾ ബെറ്ററായി അവർക്ക് നൽകുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, intimate the patient in advice about the treatment procedures. എന്താണ്? ആ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ അല്ലെ, നടപടിക്രമങ്ങൾ ഉണ്ടാവുമല്ലോ. പല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ അവർക്ക് നൽകില്ലേ പേഷ്യൻസിന്? നൽകോ? പല സർജറി ചെയ്യും അല്ലെ, പല പ്രൊസീജിയർ നടത്തും, പല ടെസ്റ്റുകൾ ചെയ്യും അല്ലെ, മരുന്നുകൾ കൊടുക്കും, ഇഞ്ചക്ഷൻ എടുക്കും അല്ലെ, പല പ്രൊസീജിയർ ചെയ്യും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട്. അപ്പൊ ചികിത്സ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയറെ കുറിച്ച് അവർക്ക് ഉപദേശങ്ങൾ നൽകുക അല്ലെ. ചിലപ്പോൾ ഡയറ്റ് കൺട്രോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എക്സസൈസുകൾ ഉണ്ടാവാം അല്ലെ, പല ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയറെ കുറിച്ച് അവർക്ക് വേണ്ട അഡ്വൈസുകൾ നൽകുക. നെക്സ്റ്റ് എന്താണ്? എക്സൽ പേഷ്യന്റ് എക്സ്പെക്ടേഷൻ ആൻഡ് പ്രൊവൈഡ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. പേഷ്യൻസിന്റെ പ്രതീക്ഷകൾ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞു, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് കുറച്ച് പ്രതീക്ഷകൾ ഉണ്ടാവും അല്ലെ, എക്സ്പെക്ടേഷൻ ഹോസ്പിറ്റലിനെ കുറിച്ച്. അപ്പൊ എന്ത് ചെയ്യുക? അവരുടെ പ്രതീക്ഷകള് എക്സൽ ചെയ്യുക, വർദ്ധിപ്പിക്കുക അല്ലെ. അവര് പ്രതീക്ഷിച്ചതിനപ്പുറം ആ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ലഭ്യമാക്കുക. ആൻഡ് പ്രൊവൈഡ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, അവർക്ക് നല്ല രീതിയിലുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റുകൾ നൽകുക. കണ്ടക്ട് ഫോളോ അപ്പ് സർവീസ് ആഫ്റ്റർ ദ വിസിറ്റ്. എന്താണ്? അവരെ വിസിറ്റിന് ശേഷം എന്താണ്? അവർക്ക് ഫോളോ അപ്പ് സർവീസുകൾ കണ്ടക്ട് ചെയ്യുക, നടത്തുക. ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യൻസ്. എന്താണ്? രോഗികളെ അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമായി ബന്ധപ്പെട്ടോ അവരെ ഉപദേശിക്കുകയും, ഇൻസ്ട്രക്ഷനിലെ ഉപദേശങ്ങൾ കൊടുക്കുകയും അവരെ അറിയിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ,
നെക്സ്റ്റ് factors that influence patient satisfaction. Patient satisfaction സ്വാധീനിക്കുന്ന, പേഷ്യൻസിന്റെ സംതൃപ്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? Patient satisfaction often relates to എന്താണ്? Patient satisfaction എന്തൊക്കെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, റിലേറ്റ് ചെയ്തിരിക്കുന്നു? The expectation that a patient has of the കെയർ ടീം. എന്താണ്? ആ ഹോസ്പിറ്റലിലെ കെയർ ടീമിൽ നിന്ന് ആ പേഷ്യന്റ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അല്ലേ? ഉണ്ടോ? ആ ഹോസ്പിറ്റലിലുള്ള കെയർ ടീമിൽ നിന്ന്, ഡോക്ടറിൽ നിന്നാവാം അല്ലെ, അല്ലെങ്കിൽ നഴ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ലാബ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളിൽ നിന്നാവാം അല്ലെ, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൽ നിന്നാവാം അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന കെയർ ടീമിൽ നിന്ന് പേഷ്യൻസിനുള്ള പ്രതീക്ഷകളുണ്ടോ? നമുക്കുണ്ടോ? നമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോ നമ്മ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാറുണ്ടോ? ഇല്ലേ? ഡോക്ടറിൽ നിന്ന് നല്ല സേവനം ലഭിക്കും അല്ലേ? നഴ്സുമാര് നല്ല രീതിയിൽ നമുക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസ്, വിവരങ്ങൾ പറഞ്ഞു തരും അല്ലേ? നമ്മുടെ പ്രതീക്ഷ അതൊക്കെയല്ലേ? ആണോ? അപ്പൊ അതേപോലെ എന്താണ്? ആ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലെ പരിചരണ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലാൻ അല്ലെ, ചികിത്സാ പദ്ധതികൾ അല്ലെ, മരുന്ന് കൊടുക്കുക, ടെസ്റ്റുകൾ നടത്തുക അല്ലെ, ട്രീറ്റ്മെന്റ് പ്ലാൻസ് ആണോ? എന്തൊക്കെയുണ്ട് ട്രീറ്റ്മെന്റ് പ്ലാൻസില്, ചികിത്സാ പദ്ധതികളില്? ഒന്ന് പറഞ്ഞേ. ചികിത്സാ പദ്ധതികള് മരുന്നുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ, മെഡിസിൻ അല്ലെ, മരുന്നുകള്, ഡോക്ടറുടെ ചെക്കപ്പുകള് അല്ലേ, എല്ലാം ഉൾപ്പെടുന്നില്ലേ? അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻസ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ്. പേഷ്യൻസും ആ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെയായിരിക്കണം? കാര്യക്ഷമമായ രീതിയിലായിരിക്കണം അല്ലെ, നല്ല രീതിയിലായിരിക്കണ്ടേ, ഇഫക്റ്റീവായ രീതിയിൽ, കാര്യക്ഷമമായ രീതിയിലായിരിക്കണം. അപ്പൊ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ്. പേഷ്യൻസും കെയർ നൽകുന്ന ആളും തമ്മിലുള്ള ആശയവിനിമയം നല്ല രീതിയിൽ, എഫക്റ്റീവായ രീതിയിലായിരിക്കുക. വെയിറ്റ് ടൈംസ് എന്ത് ചെയ്യാ? വെയിറ്റ് ടൈംസ് കൂട്ടണോ കുറയ്ക്കണോ? കൂടുതലാവണോ കുറവാവണോ? എന്തായാലും ആ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവാം, കുറവാവണം അല്ലെ. എന്താണ്? വെയിറ്റിംഗ് ടൈംസ് ലെസ് ആവാം, കുറവാവാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്നു. നെക്സ്റ്റ്, ദ ഫെസിലിറ്റി, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ഹോസ്പിറ്റലിലെ എൻവയോൺമെന്റ് അല്ലെ, ഫെസിലിറ്റി, എൻവയോൺമെന്റ്, സംസ്കാരവും എങ്ങനെയായിരിക്കണം? ബെറ്റർ ആയിരിക്കണം അല്ലെ, ക്ലീൻ ആയിട്ടുള്ള, നീറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം അല്ലെ ഹോസ്പിറ്റലില് അല്ലേ. പിന്നെ അവിടുത്തെ കൾച്ചർ, സംസ്കാരം എങ്ങനെയായിരിക്കണം? ബെറ്റർ ആയിട്ടുള്ള അല്ലെ. അപ്പൊ എന്താണ്? ദ ഫെസിലിറ്റി, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി, സൗകര്യങ്ങളുടെ എൻവയോൺമെന്റും പിന്നെന്താണ്? കൾച്ചറും ബെറ്റർ ആയിരിക്കുക. ഇതൊക്കെ ഇങ്ങനെ ആയാൽ എന്താണ്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? ഓക്കെ. നെക്സ്റ്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണ്? Patient satisfaction surveys catch self-reported patient evaluation of multiple touch points in the course of their medical care experience. എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആ പേഷ്യൻസിന് ലഭിക്കുന്ന മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ് അല്ലെ,
ആ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വയമായി വിലയിരുത്തി അവർക്ക് തന്നെ സെൽഫ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ? വിവിധ ടച്ച് പോയിന്റ്സിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിലയിരുത്താനായിട്ട് അല്ലെ, രേഖപ്പെടുത്താൻ സാധിക്കുന്നു അല്ലെ? വെബ്സൈറ്റ് വഴി, ആപ്പ് വഴി ഇല്ലേ? വെർച്വൽ സിസ്റ്റം വഴി അല്ലേ? ടച്ച് പോയിന്റ്സ്. ക്ലിയർ ആയോ? ഒരു പേഷ്യന്റിന് എന്താണ് അവരുടെ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ് ഒരു ഹോസ്പിറ്റലിൽ ചേർന്ന് കഴിഞ്ഞിട്ട് അവർക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് അവർക്ക് സ്വയം വിലയിരുത്തിയതിനു ശേഷം എന്താണ് അവർക്ക് തന്നെ സെൽഫ് റിപ്പോർട്ട് അവർക്ക് എന്താണ് സ്വയം രേഖപ്പെടുത്താനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇത് നെക്സ്റ്റ് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് aspect of patient satisfaction is being calculated. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് അതെന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രയിച്ചാണ് ആ പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ അതിന്റെ ഏത് വശം, ഏത് ആസ്പെക്ട് ആണ് അല്ലെ, ഏത് വശമാണ് കണക്കാക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. നോക്കിയേ, എക്സാമ്പിൾ ഇൻക്ലൂഡ് റെസ്പോൺസീവ്നെസ് ഓഫ് സ്റ്റാഫ്, ജീവനക്കാരുടെ റെസ്പോൺസ് അല്ലെ, പ്രതികരണം, ഗുഡ് ബിഹേവിയർ ആണോ, ജീവനക്കാരെ അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടോ, പേഷ്യൻസിന് നല്ല ക്വാളിറ്റി ഉള്ള കെയർസ് കൊടുക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നില്ലേ? ഉണ്ടോ? നെക്സ്റ്റ് ക്ലിനിഷ്യൻ കമ്മ്യൂണിക്കേഷൻ, ഡോക്ടറുടെ ആശയവിനിമയം അല്ലെ. മിസ് കഴിഞ്ഞ ദിവസം എടുത്തപ്പോ പറഞ്ഞില്ലേ, കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ പേഷ്യൻസ് പൊതുവെ ഇഷ്ടപ്പെടുമോ? അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാത്ത അല്ലെ. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ? ക്ലിനിഷ്യൻ കമ്മ്യൂണിക്കേഷൻ അല്ലെ, ആ ഡോക്ടറുടെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം. ടെക്നിക്കൽ സ്കിൽ അല്ലെ, സാങ്കേതിക വൈദ്യം, ഹോസ്പിറ്റലിന്റെ സാങ്കേതിക ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽ. അതിന്റെ ഹോസ്പിറ്റൽ എൻവിയോൺമെന്റ്, ഹോസ്പിറ്റലിന്റെ എൻവിയോൺമെന്റ്, അങ്ങനെയുള്ള ഓരോ വശങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഓക്കെ. ഇപ്പൊ ഇവിടെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ, പവർ ഫെയിലിയർ ഒക്കെ കാരണം മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ മിസ് നെക്സ്റ്റ് മിസ് കയറൂട്ടാ നെക്സ്റ്റ് ക്ലാസ് ഇനി ഇപ്പൊ തന്നെ. ഓക്കെ അല്ലേ? ഇപ്പൊ തന്നെ നെക്സ്റ്റ് ടീച്ചർ ക്ലാസ് എടുക്കാൻ കയറുന്നതാണ്. അപ്പൊ ഓക്കെ, ഇന്ന് മിസ് എടുത്തത് ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ.